ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നെനിക്ക് കല്യാണ കഥ മാത്രമല്ല, ഒരു ചതിയൻ്റെയും ഒരു നല്ലവനായ ഒരു മനുഷ്യൻ്റെയും കൂടെ കഥ പറയാനുണ്ട്. ഞങ്ങളെത്തുമ്പോഴേക്കും അവിടെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കാരണം റോഡാണ്. നല്ല മോശം രീതിക്കുള്ള റോഡാണ് പാലക്കാട് റോഡ് കേട്ടോ. മനീഷ് ഫുള്ളും ഫോണിലായിരുന്നു, ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെയാണല്ലോ, അനിയത്തിക്കുട്ടിൻ്റെ കല്യാണം ആകുമ്പോൾ ഏട്ടൻ ഭയങ്കര ബിസി ആയിരിക്കുമല്ലോ. അതാണ് മനീഷ്. ഇത് ഞങ്ങളുടെ ചക്കരമുത്ത് നിധിയാണ്. നിധി അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആള് സൂപ്പറാണ്. ആരുടെ അടുത്തും പോകുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെയൊക്കെ കുഞ്ഞു വാവ. മഴയില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ റോഡിനനുസരിച്ച് മഴയും കൂടിയാണെങ്കിൽ എല്ലാവരും പെട്ടുപോയനെ നമ്മുടെ സ്വത്തൂട്ടി. അപ്പോഴാണ് സ്വത്തൂട്ടി എന്നോട് പറയുന്നത്, അമ്മ വണ്ടിയിലെ ചാവി എവിടെയെന്ന്. അപ്പോഴാണ് സംഭവം ആരംഭിക്കുന്നത്. സ്വത്തൂട്ടി ചോദിച്ചത് ഞാൻ ബാഗിൽ മൊത്തം തപ്പുകയാണ്, ചാവി എവിടെയും കാണാനില്ല. അപ്പോഴാണ് മനസ്സിലായത് വണ്ടി ലോക്ക് ചെയ്തിട്ട് ചാവി അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിപ്പം മാത്രമല്ല, എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പതിവ് ഉള്ളത് തന്നെയാണ്. ഞാൻ ബാഗിലൊക്കെ നോക്കി, എവിടെയില്ല. എന്നിട്ട് ഞാനും മനോഷയും കൂടെ താഴോട്ട് പോകാനുള്ള തത്രപ്പാടിലാണ്. അപ്പോഴും അവൾ പറഞ്ഞു, സജി ഫോണെങ്കിലും എടുക്ക്, ബാഗിൽ കയ്യിലൊന്നും കൊണ്ടാപ്പോണ്ടാന്ന്. ഞാൻ വലിയ കാര്യത്തിൽ ഒന്നും എടുക്കാണ്ട് താഴോട്ട് പോയി. രണ്ടാമത്തെ നിലയിലാണ് കല്യാണം നടക്കുന്നത്. ഞാൻ ഓഡിറ്റോറിയത്തിൻ്റെ താഴെ റോഡിൻ്റെ അടുത്തല്ല, അതിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് ഒതുക്കിയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ചാവയാണെങ്കിൽ അതിലാണ്. ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഞാനും മനോഷയും കൂടെ ഒരു ഫോണോ കയ്യിൽ ഒന്നുമില്ലാതെ താഴോട്ട് ഇറങ്ങി. അപ്പോഴാണ് ആ വണ്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ചെരുപ്പ് പൊട്ടി. ഒരു അടി അടക്കാൻ പറ്റാത്ത രീതിക്ക് എൻ്റെ ചെരുപ്പ് നല്ലപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ പറ്റുന്നില്ല. ഈ ചതിയൻ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ കൂടെ കൂടിയിട്ട് 3.5 വർഷമായി. പിന്നെ കഥ ബാക്കി പറയാം. ആ സൂപ്പർ ഗ്ലൂ ഒന്ന് നോക്കി വെച്ചോളൂ. ഞങ്ങളെല്ലാവരും കൂടെ വളരെ ശാന്തരായി ക്യൂ പാലിച്ച് ഫോട്ടോ എടുക്കാൻ കയറി. അപ്പോൾ വിനി മനീഷിനെ വിളിക്കണം, എടാ ഞങ്ങൾ നിൻ്റെ ഫ്രണ്ടല്ലേ, നീ അല്ലേ അനിയത്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന്. ശരിയാണല്ലോ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു. കല്യാണം അവിടെ അടിപൊളിയായി നടക്കുമ്പോഴും അച്ഛനും കുട്ടിയും കൂടെ അടിപൊളിയായിട്ട് ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം രാവിലത്തെ ഫുഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ ആള് ഏറെക്കുറെയൊക്കെ അടിപൊളിയായി നിന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ വിഷയം സദ്യ. നല്ല സദ്യയായിരുന്നു. 2 വക പായസം ഉണ്ടായിരുന്നു. ചെറുപയർ പായസം ഉണ്ടായിരുന്നു, അടയും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും രണ്ടും കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു സദ്യ. കഥയുടെ ബാക്കി ഭാഗം ഇവിടെയാണ് ആരംഭിക്കുന്നത്. അവരെല്ലാവരും മുകളിൽ, ഞാനും മനോഷും മാത്രം ചെരുപ്പ് കൂട്ടി താഴെ നിൽക്കുക. കയ്യിലാണെങ്കിൽ ഫോണില്ല, ക്യാഷില്ല. തൊട്ടടുത്ത കടയിൽ പോയി, ചേട്ടാ കയ്യിൽ ക്യാഷില്ല, തൊട്ടടുത്ത മണ്ഡപത്തിൽ കല്യാണത്തിന് വന്നതാണ്, എൻ്റെ ചെരുപ്പ് കൂട്ടി 5 രൂപയുടെ സൂപ്പർ ഗ്ലൂ തരുമോ ചോദിച്ചപ്പോൾ 5 രൂപയുടെ സൂപ്പർ ഗ്ലൂ ചെരുപ്പ് ഒട്ടില്ല മോളെ വേണ്ടത്. നിങ്ങൾ മുമ്പ് മനോഷയുടെ കയ്യിൽ കണ്ട 50 രൂപയുടെ സൂപ്പർ ഗ്ലൂ തന്ന ചേട്ടനെ ക്യാഷും കൊടുത്ത് താങ്ക്സും പറഞ്ഞ് ഞങ്ങൾ